കോഴിക്കോട് താമരശ്ശേരിയിൽ KSRTC ഡ്രൈവർക്ക് നേരെ അക്രമമുണ്ടായി. ഈ വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞതാണ്. സീറ്റില്ലാത്തതുകൊണ്ട് യാത്രക്കാരനെ മടക്കി അയച്ചതാണ് പ്രകോപനത്തിന് കാരണമായത്. 5 അംഗ സംഘം മർദ്ദിച്ചെന്നാണ് ബസ് ജീവനക്കാരുടെ പരാതി. ഒരു യാത്രക്കാരനും പരിക്കേറ്റുവെന്ന് അറിയുന്നു. താമരശ്ശേരിയിൽ വെച്ച് ഒരു കാറ് നമ്മുടെ വണ്ടിക്ക് ക്രോസ് ചെയ്ത് നിർത്തി. ഇടേ സൈഡിൽ നിന്ന് ഒരാളിറങ്ങി ഡ്രൈവറുടെ അടുത്ത് വന്നിട്ട് സീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ സീറ്റില്ലാന്ന് പറഞ്ഞ് വണ്ടി മുമ്പോട്ട് വന്നപ്പോൾ അദ്ദേഹം വണ്ടിയുടെ സൈഡിൽ അടിച്ചു. അതിനുശേഷം വണ്ടി മുമ്പോട്ട് വന്നു. ഇവിടെ ഒരു താമരശ്ശേരി പഴയസാധനം എന്നൊരു പാസഞ്ചർ കയറ്റാൻ നിർത്തി. വീണ്ടും ഒരു കാറ് വട്ടമിടുകയും അവർ തകടയിലടിച്ചപ്പോൾ എന്താ തങ്ങളുടെ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി ഞങ്ങളൊന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കയറ്റിയാണോ കുഴപ്പം, അതൊക്കെ നമ്മൾ സീറ്റില്ലാന്ന് പറഞ്ഞു. അപ്പം പുള്ളി ഭയങ്കര ഷൗട്ട് ചെയ്യുകയാണ് നമ്മുടെ അടുത്തുണ്ടായി. ഡ്രൈവറുടെ അടുത്ത് ഭയങ്കര ഷൗട്ട് ചെയ്തപ്പോൾ വണ്ടിയിലെ യാത്രക്കാരൻ ഇത്രയും ദൂരം പോണ വണ്ടിയല്ലേ, നിങ്ങൾക്ക് സീറ്റില്ലാന്ന് പറഞ്ഞതല്ലേ നമ്മൾ പ്രശ്നം പരിഹരിച്ച് തീർക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അപ്പോൾ ഒരു പ്രകോപനവും ഇല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ ചെവിക്കലിനടിക്കുകയും അദ്ദേഹത്തിൻ്റെ വാച്ച്, പേഴ്സ്, എന്താ പോക്കറ്റ്, ഷർട്ടിൻ്റെ പോക്കറ്റ് എന്തൊക്കെ വലിച്ചു, അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ തന്നെ പോലീസുകാരെ വിളിച്ച് വിശദാംശങ്ങളുമായി സമീർ സി മുഹമ്മദ് ചേരുന്നു കോഴിക്കോട് നിന്ന്. സമീർ സി മുഹമ്മദ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. രാത്രി 2 മണിയോട് കൂടിയാണ് ഈ അനിഷ്ട സംഭവം ഉണ്ടായത്. കോഴിക്കോട് നിന്ന് ബംഗളൂരിലേക്ക് പോകുന്ന സ്വിഫ്റ്റ് ബസ്സിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഒരു യാത്രക്കാരൻ വരുന്നു, അതിൽ സീറ്റുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് മറുപടി നൽകി ആ യാത്രക്കാരൻ തിരിച്ചുപോയി. പിന്നീട് കൂട്ടാളികൾക്കൊപ്പമാണ് എത്തുന്നത്. കാറിൽ എത്തിക്കൊണ്ട് ഈ ബസ്സിന് കുറുകെ ഇടുന്നു. അങ്ങനെ യാത്ര തടസ്സപ്പെടുത്തിക്കൊണ്ട് വീണ്ടും തന്നെ കൊണ്ടുപോകണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ സീറ്റ് ഫുള്ളാണ്, ബുക്ക് ചെയ്ത സീറ്റുകൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ബസ് ജീവനക്കാർ വീണ്ടും അറിയിച്ചു. ഇതിൽ പ്രകോപിതരായ സംഘമാണ് പിന്നീട് ഡ്രൈവറെ കൈയേറ്റം ചെയ്തത്. ഒപ്പം തന്നെ ഇതിലുണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരനും പരിക്കേറ്റിട്ടുണ്ട്. വയനാട് സ്വദേശിയുള്ള മുഹമ്മദ് അഷ്റഫിനാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ ബസ് ജീവനക്കാരുടെ വശം ചേർന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഈ യാത്രക്കാരനും പരിക്കേൽക്കാനിടയായ സാഹചര്യം. ദീർഘദൂര ബസ്സാണ്, അതുകൊണ്ട് തന്നെ തടസ്സപ്പെടുത്തരുത്. ഉള്ള സീറ്റ് ഫുള്ളായ ഒരു സാഹചര്യത്തിൽ ഇനി യാത്ര ചെയ്യാൻ കഴിയില്ല എന്ന കാര്യം ആ യാത്രക്കാരനും ഈ യാത്രക്കാരോട് പങ്കുവെക്കുന്നു, യാത്ര ചെയ്യാനെത്തിയ യുവാക്കളോട് പങ്കുവെക്കുന്നു. അവർ അതിൽ പ്രകോപിതരാകുകയും ഈ ഡ്രൈവർക്കൊപ്പം ഈ യാത്രക്കാരനെ മർദ്ദിച്ചു. അങ്ങനെയാണ് പിന്നീട് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയും താമരശ്ശേരി പോലീസ് അവിടെ എത്തിക്കൊണ്ട് സ്ഥിതിഗതികൾ ശാന്തമാക്കുകയും ചെയ്തു. ഇതിനിടയിൽ കാറിൽ, ഒരു നീല കാറുമായാണ് ഈ സംഘം എത്തുന്നത്. ആ കാറുമായി ഈ യുവാക്കൾ കടന്നു കളയുകയും ചെയ്തു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്വിഫ്റ്റ് ബസ്സിൽ CCTV ദൃശ്യങ്ങളുണ്ട്, അതെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പ്രതികൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നാണ് താമരശ്ശേരി CI അറിയിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു സമീർ സി മുഹമ്മദ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.